സഭാപ്രസംഗി 3:4 പറയുന്നത് പോലെ ചിരിക്കുവാൻ ഒരു കാലമുണ്ട്, കരയുവാൻ ഒരു കാലമുണ്ട്, വിലപിക്കുവാൻ ഒരു കാലമുണ്ട്, നൃത്തം ചെയ്യുവാൻ ഒരു കാലമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ചിരിക്കുവാനും നൃത്തം ചെയ്യുവാനും ഒരു കാലമുണ്ട് എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. നാം ചിരിക്കുവാൻ കാലമുണ്ട്, നാം മറന്ന് നൃത്തം ചെയ്യുവാൻ കാലമുണ്ട്. കാരണം നാം ദൈവമക്കളാണ്, ക്രിസ്തുവിൻ്റെ മക്കളാണ്, കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ മക്കൾ നാം ആയിരിക്കുമ്പോൾ നാം എല്ലാം മറന്ന് നൃത്തം ചെയ്യണം. സന്തോഷം നൽകുന്നതായ, ഉയർച്ച നൽകുന്നതായ, അനുഗ്രഹം നൽകുന്നതായ കർത്താവിനെ അത്രേ നാം നിലവിളിക്കുന്നത്, മുറുകെ പിടിച്ചിരിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നുള്ള ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ഏതവസ്ഥയിലും, ഏത് ബുദ്ധിമുട്ടിലും, ഏത് പ്രയാസത്തിലും, ഏത് വിഷയത്തിലും കർത്താവിനെ മുറുകെ പിടിക്കണം, ദൈവത്തെ മുറുകെ പിടിക്കണം. ആ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മറന്ന് സന്തോഷിക്കുവാനും, എല്ലാം മറന്ന് ചിരിക്കുവാനും, എല്ലാം മറന്ന് നൃത്തം ചെയ്യുവാനും നമുക്ക് സാധിക്കും. ദാവീദ് എല്ലാം മറന്ന് നൃത്തം ചെയ്തതുപോലെ നമുക്ക് ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. മീകൾ നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോഴും ദാവീദ് അവിടെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ് ചെയ്തത്. അതുപോലെ മിരിയാം തപ്പെടുത്ത് മരുഭൂമിയിൽ തപ്പെടുത്ത് നൃത്തം ചെയ്തു. നാമും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ മറന്ന് നൃത്തം ചെയ്യണം. നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല, നമ്മെ തള്ളിക്കളയില്ല, നമ്മെ കൈവിടുകയില്ല. നമ്മുടെ പ്രതിസന്ധികളെല്ലാം ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ദൈവമക്കളെ. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം എല്ലാം മറന്ന് നാം നൃത്തം ചെയ്യും. നമ്മുടെ ദുഃഖമൊന്നും നമ്മെ അലട്ടത്തില്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മെ അലട്ടത്തില്ല, നമ്മുടെ കണ്ണുനീരുകളൊന്നും നമ്മെ അലട്ടത്തില്ല, നമ്മുടെ പ്രയാസങ്ങളൊന്നും നമ്മെ അലട്ടത്തില്ല. നാം എപ്പോഴും കർത്താവിൽ സന്തുഷ്ടയായി, തേജസ്സുള്ള മുഖമായി, എപ്പോഴും ഐശ്വര്യം നിറഞ്ഞ, എപ്പോഴും സന്തോഷം നിറഞ്ഞ, എപ്പോഴും ആനന്ദം നിറഞ്ഞ മുഖത്തോടുകൂടി ആയിരിക്കാൻ, ആ ഹൃദയത്തോടുകൂടി ആയിരിക്കാൻ നമുക്ക് സാധിക്കും. ദുഃഖമെല്ലാം നാം മറന്നു പോവും. നാം ദുഃഖിച്ച് വേദനിച്ച് കണ്ണുനീരോടെ ഇരിക്കത്തില്ല ദൈവമക്കളെ. എപ്പോഴും കർത്താവിൽ സന്തുഷ്ടയായി നാം ജീവിക്കും. കർത്താവ് നമ്മെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, കർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഒരനർത്ഥവും വരത്തില്ല, എനിക്കൊരാപത്തും വരത്തില്ല, എനിക്കൊരു വീഴ്ചയും വരത്തില്ല, എനിക്കൊരു തകർച്ചയും വരത്തില്ല. ദൈവം എൻ്റെ കരം പിടിച്ച് എന്നെ വഴി നടത്തും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നാം എല്ലാം മറന്ന് നമുക്ക് ജീവിക്കുവാൻ, നമ്മുടെ ലക്ഷ്യം എപ്പോഴും മുന്നോട്ടുള്ള ലക്ഷ്യമായിരിക്കണം. മുന്നോട്ട് എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി നാം മുന്നോട്ട് പോകണം. പുറകിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ പുറകിലുള്ള കാര്യങ്ങൾ ഓർക്കാനോ നാം ശ്രമിക്കാതെ മുമ്പിൽ നാം ഇനി എന്ത് ചെയ്യണം, കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന ആ ലാക്കിലേക്ക് നാം ഓടുവാനായിട്ട് നാം ശ്രമിക്കണം. നാം പുറകിലോട്ട് തിരിഞ്ഞു നോക്കാതെ കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന ആ ട്രാക്ക് മനസ്സിലാക്കി, ആ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി നാം മുന്നോട്ട്
ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ പിടിച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഒരിക്കലും കൈവിടാത്തവനായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവമക്കളെ നാം അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾ കണ്ട് നാം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നിശ്ചയിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പേ ദൈവം തന്നെ നമ്മെ കരം പിടിച്ച് ഉയർത്തുവാനിടയായിത്തീരും. നമ്മുടെ ലക്ഷ്യം കർത്താവിലും നമ്മുടെ ഉറപ്പ് കർത്താവിലുമാണെങ്കിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരും. ദൈവമക്കളെ, അതുകൊണ്ട് നാം ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക.